ഏട്ടാ ഏട്ടാ ഏട്ടന് നീലിമി ഇഷ്ടല്ലേ? പിന്നെന്താ, രണ്ടാളുടെയും സങ്കടം കാണാൻ എനിക്ക് വയ്യ. ഞാൻ അച്ഛനോട് പറയാൻ പോവാ. വേണ്ട, അവൾക്കും ചന്ദ്രന് ഇഷ്ടായി എന്നവള് പറഞ്ഞോ? പറയേട്ടാ, അവൾ അങ്ങനെ പറഞ്ഞോ? മോളെ, അവള് നീ എനിക്ക് ഒരുപോലെയാ. എനിക്കിഷ്ടാ. വേണ്ട, അവള് സുഖമായിട്ട് ജീവിക്കട്ടെ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ചന്ദ്രനൊപ്പം സ്വർഗത്തിലെന്ന പോലെ അവള് ജീവിക്കട്ടെ. ചന്ദ്രൻ എന്റെ സഹോദരനാ. നമ്മൾ സമ്മതിച്ചെന്നറിഞ്ഞപ്പോ അവനുണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവില്ല. അത് നടക്കട്ടെ. മഞ്ജു, ഏട്ടനോട് പറ, ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇതാന്ന്. മഞ്ജു, എനിക്ക് നിന്നെ അച്ഛനെ അമ്മയെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാവല്ലേ? നീ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കണം, തെറ്റുപറ്റരുത്. നീ എന്താ ഈ പറയണേ? നീലിമ അവൻ അനീത്തി തന്നെയാ. ചന്ദ്രനെ നമുക്കറിയില്ലേ. എന്നാലും ഒരു ചടങ്ങ് അത്രേ വേണ്ടു, അല്ലാതെ. ഏട്ടാ, പെൺകുട്ടികളുടെ കാര്യമല്ലേ, കൂടുതൽ അന്വേഷിച്ചു എന്ന് വെച്ചാൽ ഒന്നും വരാൻ പോണില്ല. ഏട്ടാ, ഇവൾക്കെന്തോ പറയാനുണ്ട്. ഏട്ടാ, ഇതവളുടെ ജീവിതമാണ്. അവൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. ബാലേട്ടാ, എനിക്ക് കല്യാണം എന്ന് പറഞ്ഞപ്പോ പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? നീ ഇറങ്ങാറായോ? എന്തു തന്നെയായാലും വേഗം വരണം. ഇതങ്ങ് നടത്തിയാലേ എനിക്ക് മനസ്സമാധാനാവൂ. എന്റെ മോക്കും. ഇനി ഞായറാഴ്ച എന്ന് പറയുമ്പം 4 ദിവസം നടിക്ക് പൈസ കൊടുക്കണം. ഡ്രസ് ചിമ്പു സ്പോൺസർ ചെയ്യും. ചിമ്പു വലിയ മുതലാളിയെ പോയില്ലേ? നടിക്കുള്ള പൈസ വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കണം. അഭിനയിക്കുന്നവർ മുഴുവൻ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യണം. നാളെ ആ കുട്ടി വന്നാ റിഹേഴ്സൽ ആരംഭിക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ എഴുതി സംവിധാനം ചെയ്ത നാടകം, ഈ പുൽക്കൂട്ടിലെ പഞ്ചാഗ്നി എന്ന നാടകം ഒരുപക്ഷെ അക്കാദമി അവാർഡ് വരെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ടെക്നിക്കലി ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറില്ല. നീ എഴുതി എന്നുള്ളത് ശരിയായിരിക്കും. പകർത്തി എഴുതുന്നവര് എഴുത്തുകാരാണല്ലോ. ഡാഡാ, നീ എഴുത്തുകാരന്റെ തൂലിയെ പരീക്ഷിക്കരുത്. ഇനി ഞാൻ എഴുതി കൊന്നു. പിന്നെ ഗ്രൗണ്ടിൽ എന്റെ തട്ടാണ്, അഭിനയിക്കുന്നവർക്ക് എന്റെ ഭക്ഷണം ഫ്രീ. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം ഓക്കെ ആയി. ഇനി കുപ്പി കൂടി ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ ഓക്കെ ആയി. അതൊക്കെ നമുക്ക് പരിഗണിക്കാം. നാളെ മുതൽ ഞാൻ ലീവില്ല. കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ട് നടക്കണം. മാഷ്ട ഉപദേശം കേട്ട് ചായ കൊടുത്തോണ്ടിരുന്ന വലിയ മുതലാളിയായി. അവന് ഒരു പുതിയ ഉപദേശം കൂടി തന്നെ നടക്കുക, അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട്. ചിമ്പു ജയിച്ചാൽ MP, ഇല്ലെങ്കിൽ കൊച്ചാണ്ട് പണം കത്തണമ്മ, പഴല വെട്ടിട്ട് പാപ്പുണ്ടാക്കണമ്മ. എന്തു പറ്റിയമ്മേ? എന്തിനാ മുത്തശ്ശി കരയണേ? അവള് പോയിട്ട് 3-4 മാസമായില്ലേ. അവളെ കാണാത്തോണ്ടുള്ള കരച്ചില. ഇന്നലെ രാത്രി അവളെ സ്വപ്നം കണ്ടു അത്രേ. എന്റെ മോനെ, മരുഭൂമിയിലൂടെ അവൾ ഓടുക, ഏട്ടാ ഏട്ടാന്ന് വിളിച്ചോണ്ട്. അപ്പൊ ചില കരിമ്പൂതങ്ങൾ അവളെ, അയ്യോ എന്റെ ദൈവമേ, എനിക്ക് സമാധാനായിട്ടിരിക്കേ. അവര് ഇന്നലും കൂടി എന്നെ വിളിച്ചതാ. ഇവൻ ഇടയ്ക്കൊക്കെ അവിടെ പോവാറുള്ളതല്ലേ അമ്മേ, പിന്നെന്താ? മോനെ, നീ ഇന്ന് തന്നെ ആ ചന്ദ്രന്റെ വീട്ടിലൊന്ന് പോകണം. അവരെ രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരണം. മോനെ, ഇനി എനിക്ക് വേറെ ആരുമില്ല. നിന്റെ വാക്ക് വിശ്വസിച്ച ഞാൻ, അറിയാലോ എന്റെ മോക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര. മുത്തശ്ശി പേടിക്കണ്ട, ഞാൻ കഴിഞ്ഞ ആഴ്ച അവരെ കണ്ടതാ. സ്കൂളിലെ കുട്ടികളും കൊണ്ട് കലോത്സവത്തിന് പോയപ്പോ ഞാൻ അവിടെ തങ്ങിയത്. അപ്പോ നിനക്ക് അവരെയും കൂട്ടായിരുന്നില്ലേ? എന്റെ മുത്തശ്ശി ചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ കണ്ണൂരാ. അവൻ വന്നിട്ട് വരാന്ന് അവള് പറഞ്ഞത്. ഇനി കരയണ്ട,
ഞാൻ ഇപ്പൊ തന്നെ പോയി അവരെ കൂട്ടിയിട്ട് വരാം. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ അവര് ഇവിടെ ഉണ്ടാവും. ഇത് വാക്കാ. പ്രിയപ്പെട്ട മഞ്ജു, സ്വർഗത്തിലേക്കെന്ന് വിശ്വസിച്ച് നിങ്ങൾ എന്നെ യാത്രയാക്കിയത് തീരാ ദുരിതത്തിലേക്കായിരുന്നു. ഈ കത്ത് നീ വായിക്കുമോ എന്നും എൻ്റെ വേദന നിങ്ങളെ അറിയിക്കാനാവുമോ എന്നും ഉറപ്പില്ല. എന്നാലും ഏട്ടൻ എന്നോടുള്ള സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ എൻ്റെ മരണത്തിന് മുൻപ് എനിക്ക് ഏട്ടനെ കാണാനാവും. വിവാഹം കഴിഞ്ഞ ആ ദിവസം ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചാണ് മുറിയിലെത്തിയത്. അതൊരു സ്വപ്നമായി ഞാൻ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ Oh!
എന്നൊന്നും ചെയ്യരുത്. അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണരുമ്പോൾ മറ്റൊരു വീട്ടിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇനി എവിടേക്കെന്നോ എങ്ങനെയെന്നോ എനിക്കറിയില്ല. ഏട്ടനോട് പറയണം ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നെ ഒന്നും ചെയ്യരുത്. ഇവളുടെ ജീവന് വേണ്ടി എനിക്ക് അവൻ അനുസരിക്കേണ്ടി വന്നു. മാപ്പ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഭ്രാന്തനാവൻ. ഞങ്ങളെന്ന് അവൻ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ മകളെ അവൻ... ആരടി? എന്റെ ഗുരുവായൂരപ്പാ. നീ അത് പറ. ആ അമ്മാവാ, അമ്മായി, എന്തൊക്കെയുണ്ട് വിശേഷം? സുമിത്ര എവിടെ? അവൾ അമ്മാവൻ്റെ വീട്ടിൽ പോയിരിക്കാ. ഞാൻ കാപ്പിടാം. വേണ്ട അമ്മാവാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. പേടിക്കണ്ട, കല്യാണം തന്നെയാ, പക്ഷേ സുമിത്രയല്ല. ഉദിയൂരുള്ളൊരു കുട്ടിയാ, പ്രത്യേകിച്ച് ആരുമില്ല. എനിക്ക് വേണ്ടപ്പെട്ടൊരു കുടുംബ. ഞാനത് ആലോചിക്കാൻ പോവാ. നാട്ടുനടപ്പനുസരിച്ച് ഒരു വീട് കാണാൻ വരും. അപ്പോൾ എല്ലാം പറഞ്ഞുറപ്പിച്ച് നടത്തിത്തരാൻ നിങ്ങൾ 3 പേരും അവിടെ വരണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? മോനെ, ഞാൻ പറയുമ്പോൾ തോന്നരുത്. ഇവിടെയുണ്ടൊരു പെൺകുട്ടി. അവളെ നല്ല നിലയിൽ അയക്കണമെന്ന് എന്നെ പോലെ എല്ലാവരും ആഗ്രഹിക്കും. അറിഞ്ഞുകൊണ്ട്
അപ്പൊ ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടെന്നാണോ? വിവാഹം കഴിച്ചില്ലെങ്കിലും നീ തകർത്ത പെൺകുട്ടികളുടെ കണക്കത്രന്ന് ഓർമ്മയുണ്ടോ? നിനക്കെന്താ ഭ്രാന്ത? അതെ, എനിക്ക് ഭ്രാന്ത. സ്വന്തം അച്ഛനമ്മെ കൊന്ന എനിക്ക് മറ്റുള്ളവരുടെ സെന്റിമെന്റ്സ് ആവശ്യമില്ല. നിങ്ങൾ വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. അമ്മാവോ, നിങ്ങൾ അവിടെ വന്ന് കുറച്ചു ദിവസം താമസിച്ച് എന്റെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോരും. അല്ലെങ്കിൽ ഞാൻ തകർത്തെറിഞ്ഞവരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ കയ്യില്, അതിൽ ഒന്നുകൂടെ ചേർത്തോ, സ്വന്തം മോളുടെ. ഞങ്ങള് വരാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവൻ നിങ്ങളോട് പറഞ്ഞ പേര് പോലും തെറ്റായിരുന്നു. ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാൻ അവൻ എന്തും ചെയ്യും. ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം കൂടിയില്ല ചേട്ടാ. എന്റെ ഭാവിക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം അതുമെല്ലാം അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ആ കുട്ടിയോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവര് വന്ന് കയറിയതും ഞങ്ങളെല്ലാം വീട്ടിൽ നിന്നും ആട്ടിയിറക്കി.